രാജ്യം യുദ്ധമുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. ഏതു നിമിഷവും പാകിസ്ഥാനുമേൽ പ്രഹരമേൽപ്പിക്കാൻ നമ്മുടെ സേന സുസജ്ജമായി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരം ജാഗ്രതയിലാണ്, കനത്ത സുരക്ഷയിലും. കടലിലും ആകാശത്തും സുരക്ഷയുടെ കോട്ട കെട്ടി. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് നാളെ രാവിലെയാണ്. പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തുമ്പോൾ അറബിക്കടലിൽ വൻ സുരക്ഷാ വിന്യാസമാണ്. വിഴിഞ്ഞം കടലിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സുരക്ഷാ മതിലൊരുക്കും. വിഴിഞ്ഞം മേഖലയിൽ ആദ്യമായാണ് ഇത്തരം സുരക്ഷാ ക്രമീകരണം. തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തും. ഇതുകൂടാതെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം സംസ്ഥാന പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിലും വിഴിഞ്ഞത്തുമായി 3000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 180 SPG ഉദ്യോഗസ്ഥരും നഗരത്തിലുണ്ട്. ഇതിനിടെ തുടർച്ചയായി വരുന്ന ബോംബ് ഭീഷണി സന്ദേശങ്ങൾ പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മടങ്ങും വരെ തലസ്ഥാനത്തെ ബോംബ് സ്ക്വാഡിന്റെ അംഗബലം കൂട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധനകൾ കർശനമാക്കും. നഗരത്തിലെ റോഡുകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശംഖുമുഖം, രാജ്ഭവൻ, പാങ്ങോട് മിലിറ്ററി ഏരിയ എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളിലാണ് നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് നിയന്ത്രണം. ഏതായാലും തിരുവനന്തപുരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണമാണ് ഇത്തവണ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.